ഞാൻ പറഞ്ഞില്ലേ മീനടിച്ചിട്ടുണ്ട്. ഒരാ ഹലോ, അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം കേട്ടോ. നമ്മളിന്ന് ഹാൻഡ് ക്രാഫ്റ്റിൻ്റെ ടർബോ എന്ന് പറയുന്ന ഫ്രോഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഏകദേശം 5.5 സെൻറ്റിമീറ്റർ വരെ നീളമുള്ള ഒരു ഫ്രോ കേട്ടോ. 9 മുതൽ 10 ഗ്രാം വരെ വെയിറ്റ് ഉണ്ട്. ഏകദേശം 430 രൂപ വില വരുന്നത്. പിന്നെ ഇതിന് VMC ഹുക്കൊക്കെ വരുന്ന ഡബിൾ സ്പിന്നറൊക്കെ വരുന്നത്. നല്ല ഡിസൈനിങ് ഒക്കെ ആണല്ലോ, നല്ല കിടുക്കനായിട്ട് കൊടുത്തേക്കുന്നത്. പിന്നെ കളറും അടിപൊളിയായി. എനിക്ക് പേഴ്സണലായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സാധനം കേട്ടോ ഇത്. എന്തായാലും ഇതിൽ നമ്മൾ കുറേ മീൻ പിടിച്ചിട്ടുണ്ട്. അടിച്ച മീനല്ല, അതായത് നല്ല ഹുക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട രീതിയില്ല, ടെൻഷൻ അടിക്കേണ്ട കേസേ വരുന്നില്ല. കാസ്റ്റ് ചെയ്യാൻ പോയത് നമ്മുടെ ബെയ്റ്റ് കാസ്റ്ററിലാണ്. അപ്പോൾ അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാസ്റ്റിംഗ് കിട്ടുന്നുണ്ട് ഈ സാധനത്തിന്. അപ്പോൾ വരാലിനും ചീറുമീനും ഒക്കെ അടിക്കാൻ പറ്റുന്ന ഒരു ഫ്രോഗ് തന്നെ. നല്ല റിസൾട്ട് ഉണ്ട്. അത്യാവശ്യം അടിപൊളിയായിട്ട് നമ്മൾ കുറേ മീനൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇനി വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഹാൻഡ് ക്രാഫ്റ്റിൻ്റെ ടർബോയാണ് ഇന്ന് വരുന്നത് കേട്ടോ. ഓക്കെ, കുറച്ച് കാലത്തെ കാത്തിരിപ്പിന് ശേഷമാണ് നമ്മൾ ഈ ചെറുമീനും വരാലും ഒക്കെ ഉള്ളൊരു സ്പോട്ടിലേക്ക് എത്തിപ്പെടുന്നത് കേട്ടോ. ഒരുപാട് മീനുകളുള്ള സ്ഥലങ്ങളുണ്ടെങ്കിലും കുറച്ച് നാളുകളായിട്ട് മീൻ അങ്ങനെ അടിക്കുന്നേ ഇല്ലായിരുന്നു. എന്തായാലും നമ്മൾ യാദൃശ്ചികയിൽ ഒരു സ്ഥലത്തെത്തി. അവിടെ നമ്മൾ അത്യാവശ്യം കാസ്റ്റ് ചെയ്തു. അവിടെ മീനിൻ്റെ ആക്ടിവിറ്റി നോക്കി. പിന്നീട് അതിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ മാക്സിമം കാസ്റ്റ് ചെയ്തിട്ടാണ്. ചിലപ്പം കുറേ സമയം നമ്മൾ എത്തി ആദ്യമൊക്കെ മീൻ വെള്ളം എടുക്കുന്ന കണ്ടാലും ചിലപ്പോൾ അത് അടിക്കണമെന്നില്ല. പക്ഷെ കുറച്ച് സമയം കഴിയുമ്പം പിന്നെ അത് മീൻ അടിച്ചു തുടങ്ങാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അതുകൊണ്ട് മീനുള്ള ഒരു ലൊക്കേഷൻ ചെന്ന് കഴിഞ്ഞാൽ മാക്സിമം അവിടെ എറിയുക, മാക്സിമം ദിവസം അവിടെ പോവുക. അങ്ങനെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് അവിടെ നിന്ന് റിസൾട്ട് ഉണ്ടാവുക. എന്തായാലും ഞാനിങ്ങനെ കുറേ സ്ഥലത്ത് ഇങ്ങനെ കറങ്ങിയതിന് ശേഷമാണ് സത്യത്തിൽ ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക്, അത്യാവശ്യം മീനുള്ള ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെട്ടത്. അതിന് മുമ്പായിട്ട് നമ്മൾ പോയൊരു സ്ഥലമാകട്ടെ ഇത്. ഇവിടെ നമ്മൾ നമ്മുടെ ഫ്രണ്ടിൽ കാണുന്ന പായലിനകത്തൂടെയാണ് നമ്മൾ കാസ്റ്റ് ചെയ്യുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമ്പലിൻ്റെ ഇലകളാണ് നിൽക്കുന്നത്. ആമ്പൽ പൂ അവിടെ കാണാൻ പറ്റത്തില്ല, ആമ്പലിൻ്റെ ഇലകളാണ് നിൽക്കുന്നത്. അതിൻ്റെ ഇടയിലുള്ള ചെറിയ ഗ്യാപ്പിലൂടെ എല്ലാം നമ്മൾ വലിക്കുന്നുണ്ട് കേട്ടോ. ഈ ഫ്രോഗിട്ടാണ് വലിക്കുന്നത്. ഫ്രോഗ് അങ്ങനെ കാര്യമായിട്ട് എങ്ങും തട്ടി തടഞ്ഞ് നിൽക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിനകത്തെല്ലാം നല്ല രീതിയിൽ തന്നെ നമുക്ക് പ്രയോഗിക്കാൻ പറ്റുന്ന ഒരു ഫ്രോഗും കൂടിയാണ് ഈ സാധനം. ഇവിടെ ഞാൻ കാസ്റ്റ് ചെയ്യുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു ചെറിയൊരു സ്പേസ് കിടക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. അവിടെ ഒരു ചെറിയ തൂമ്പും കുഴിയുണ്ട് കേട്ടോ. അതിൽ നിന്ന് ചെറുതായിട്ട് വെള്ളം പുറത്തേക്ക് ഇറങ്ങുന്നുമുണ്ട്. അതുപോലെ തന്നെ തോട്ടിലെ വെള്ളം താഴുമ്പോൾ, അതായത് തോട്ടിലെ വെള്ളം ഉയരുമ്പോൾ ഉള്ളിൽ കണ്ടത്തിനുള്ളിലേക്കും കയറും, തോട്ടിലെ വെള്ളം താഴുമ്പോൾ അത് കണ്ടത്തിലേക്ക് ഇറങ്ങുകയും ചെയ്യും കേട്ടോ. അങ്ങനത്തെ ഒരു സ്ഥലമാണ് ആ കാണുന്നത്. അവിടെ ചെറിയ മീനുകൾ അടിക്കാൻ വേണ്ടി മീൻ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുറച്ച് നേരമായിട്ട് അവിടുത്തെ ആക്ടിവിറ്റി ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ അതിനകത്ത് എറിയാൻ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഞാൻ നേരെ മാത്രമായിട്ട് ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ കുറേ സമയം നമ്മൾ ഫ്രണ്ടിൽ കാസ്റ്റ് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് വലിയ സ്ട്രൈക്ക് ഒന്നും കിട്ടാൻ വന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഈ സൈഡിലേക്ക് ഒന്ന് കാസ്റ്റ് ചെയ്ത് കേട്ടോ. ഞാൻ അതിലേക്ക് നേരെ പോകാം. അയ്യോടാ ചേറ്. ഇതുണ്ട്, നമുക്ക് മീൻ അടിച്ചിരിക്കുക കേട്ടോ. നമ്മൾ 3ാമത്തെ കാസ്റ്റിലാണ് മീൻ കയറി അടിച്ചേക്കുന്നത്. അവിടെ ആക്ടിവിറ്റി കാണിച്ചുകൊണ്ടിരുന്നത് വേറെ കുറേ മീനുകളുണ്ടായിരുന്നു. എന്തായാലും ഇവൻ്റെ ആക്ടിവിറ്റിയോടുകൂടി അവനെ അടിച്ച് കയറിയോടുകൂടി ബാക്കി എല്ലാവരും രക്ഷപ്പെട്ടിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചാണ് 3 ഏർ എറിഞ്ഞതിന് ശേഷമാണ് ആ മീൻ അവിടെ നിന്ന് അടിച്ചത്. നമ്മളിപ്പോൾ മീൻ ആക്ടിവിറ്റി ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് എയറിനോ സെക്കൻഡ് എയറിനോ ഒന്നും മീൻ അടിക്കണമെന്ന് യാതൊരു ചാൻസും ഇല്ല കേട്ടോ. നമ്മൾ മാക്സിമം അവിടെ വെയിറ്റ് ചെയ്യുക, ക്ഷമിച്ച് നിന്ന് എറിയുക എന്നുള്ളതേ ഉള്ളൂ. കുറേ സമയം നമ്മൾ അവിടെ നിന്ന് എറിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയും മീൻ അടിക്കും. പക്ഷേ അപ്പം ആ ഒരു സിറ്റുവേഷനിൽ മഴ പെയ്യാൻ പോകുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പതുക്കെ അവിടുന്ന് അടുത്ത ലൊക്കേഷനിലേക്ക് പോയി കേട്ടോ. എന്തായാലും നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം നമ്മുടെ ചൂണ്ടയിൽ അടിച്ചൊരു ചെറുമീനായത്. അവന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഡാമേജ് ഉണ്ടായിരുന്നു. അവൻ്റെ മേളിലത്തെ ചുണ്ട് വിട്ടു പോകുന്ന രീതിയിലായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമ്മളവനെ റിലീസ് ചെയ്തില്ല. അപ്പോൾ നമ്മളവനെ എടുത്തിട്ട് അടുത്ത ലൊക്കേഷനിലേക്ക് പോയി. നമ്മുടെ ടർബോയാണ് കേട്ടോ.
അപ്പോൾ നമ്മൾ അടുത്തൊരു ലൊക്കേഷൻ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമ്മുടെ പായലെല്ലാം കരിഞ്ഞ് ഉണങ്ങി കിടക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അതിന് ഇടയ്ക്ക് ഒന്നൊക്കെ ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ ചെറിയ ചെറിയ ഗ്യാപ്പുകളിലൊക്കെ മീൻ വെള്ളം എടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. എല്ലാം നമ്മുടെ ക്യാമറയിൽ കാണിക്കാൻ പറ്റത്തില്ലാത്തതാണ്. അപ്പോൾ അങ്ങനെ 1-2 സ്ഥലങ്ങൾ നമ്മൾ കണ്ടു. അവിടെ അത് കോൺസെൻട്രേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അതുപോലെ മീൻ വെള്ളം എടുക്കുന്ന സ്ഥലങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ മാക്സിമം എറിയുക കേട്ടോ ചെയ്യുന്നത്. എന്തായാലും ഞാൻ ഇടയ്ക്ക് വെച്ച് നമ്മുടെ ക്യാമറ ഒന്ന് ഓഫ് ചെയ്തു. അപ്പോഴത്തേക്കും മീൻ അടിക്കുകയും ചെയ്തു കേട്ടോ. എന്തായാലും ആ സമയത്ത് നമ്മുടെ വിഷ്വൽ ഞാൻ ഓൺ ആക്കിയിട്ടാണ് എന്തായാലും ഉക്കപ്പ് കൊടുത്തത്. ബാക്കി കണ്ടു. ചെറുമീൻ കയറി വരുന്നുണ്ട്. കിടുക്കൻ ചെറുമീൻ. നമ്മുടെ ചോട്ടിൽ നിന്നൊരു ചെറുമീൻ അടിച്ച് കയറിയിട്ടുണ്ട് കേട്ടോ. അതെ തിണ്ണം കയറിയേക്കുന്നത്. ഇതൊന്നും പറയാനില്ല. എന്തായാലും ഏകദേശം ഒരു 1 കിലോ സൈസ് കേട്ടോ. 1 കിലോ സൈസ്. അപ്പോൾ നമ്മുടെ ഫ്രോഗ് ഞാനൊന്ന് കാണിച്ചത് നമ്മുടെ ടർബോയിലാണ് കേട്ടോ. റിയൽ വാരിൻ്റെ ഹാൻഡ് ക്രാഫ്റ്റിൻ്റെ ടർബോ എന്ന് പറഞ്ഞ ഫ്രോ ആണ്. കാണിച്ചു തരാം. നോക്കിയേ ടർബോ ഇരിക്കുന്നുണ്ടോ. അത് നല്ല സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങ് മിഴുങ്ങി ഇറക്കിയിട്ടുണ്ട്. അതേണ്ടേ ഇതാട്ടോ നമ്മുടെ ഫ്രോഗ്. അല്ല കിടുക്കനായിട്ട് ഹുക്കായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടർബോ കേട്ടോ. ടർബോയിൽ അടിച്ചേക്കുന്ന മീനാണ്. നോക്കിയേ ടർബോ അടിപൊളി സാധനം. എനിക്ക് പേഴ്സണലായിട്ട് കളർ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇവനെ വേറെ ബാഗിനകത്തോട്ടാക്കാം. ഇതുപോലെ നമുക്ക് ചെറുമീൻ വരാനൊക്കെ അടിച്ചു കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഏരിയയിൽ എന്തായാലും വേറെ മീനുകളും കാണും കേട്ടോ. ഇഷ്ടംപോലെ തന്നെ വേറെ മീനുകളും ആ ഏരിയയിൽ തന്നെ. ഇപ്പോൾ നമ്മൾ അവിടെ തന്നെ കുറേ നേരം സ്റ്റിൽ കാസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എവിടെന്നെങ്കിലുമൊക്കെ പിന്നെ അടി വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളവിടെ വെള്ളം എടുക്കുന്ന സ്ഥലങ്ങളും അനക്കം തോന്നുന്ന സ്ഥലങ്ങളിലും എല്ലാം നമ്മൾ പിന്നെയും കാസ്റ്റ് ചെയ്ത് മാക്സിമം കാസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ. നമുക്ക് അടുത്ത മീനെ പിടിക്കുന്നത് കാണാം. അവിടെ ആരാണ്ടത് ഉണ്ട്. മോനെ വരാല് അത് വേറെ വരാലാണ് കേട്ടോ അടിച്ചത്. അപ്പുറത്ത് വേറെ തന്നെ നിന്നത്. നെലിവൻ കയറിയ താങ്ങിയത്. അപ്പോൾ നമ്മുടെ അടിപൊളി ടർബോ കേട്ടോ. ടർബോ നോക്കിയേ ഒറ്റ ഹുക്കയിൽ ഊരി എടുത്തിട്ടുണ്ട്. കണ്ടോ കിടുക്ക് സാധനം. നോക്കിയേ വരാനൊക്കെ കണ്ടോ അടിപൊളി. ഇവൻ്റെ വാലൊക്കെ വിട്ടു പോയിട്ടുണ്ട് കേട്ടോ. പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പം കിടില സാധനം. കിടുക്കെന്ന് പറഞ്ഞാൽ കിടുക്കനായിട്ട്. വാ നമുക്ക് പിന്നെ നേരെ കവറിനകത്തുണ്ടാക്കിയേക്കാം. വാ അപ്പോൾ വരാൽ നമുക്കെന്നും ഒരു അയ്യോ കീറി കവറ് കീറി ഷിറ്റ് ബ്ലഡി ഫുൾ. ആ കവറ് കീറി. അയ്യോടാ അങ്ങനെ കവറ് കീറിക്കളഞ്ഞ് എൻ്റെ തല വെളിയിലായിട്ടിടാവേ. ഇങ്ങനെ ഇടാം. അതാകുമ്പോൾ ഇവന് കവറിൻ്റെ തലക്കന കൂടി തീ വരുന്നൊരുത്തൻ. എടാ ഇങ്ങനെ അല്ലടാ. ഓക്കെ ഇങ്ങനെ ആക്കാം. ഇടാം. വലിയ പ്രശ്നം വരത്തില്ലെന്ന് തോന്നുന്നു. ഇതിനകത്ത് എന്നെ കാണിക്കാനോ ഞാൻ മീനെടുത്ത് പിടിച്ചുകൊണ്ട് നിൽക്കുന്നതൊന്നും ചെയ്യാൻ എനിക്ക് നേരമില്ല കേട്ടോ. അത് കാര്യം ആരും ഇല്ല. അതാണ് ഈ വിഷയം. അങ്ങനെ നിങ്ങളെ ഇല്ല. മാത്രമല്ല നമ്മളിന്ന് ഇച്ചിരി താമസിച്ചിറങ്ങി കേട്ടോ. അറ്റത്തുനിന്ന് കയറി അടിച്ചു കേട്ടോ. അത് നല്ല സൂപ്പർ കീറായ. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അടിയായിരുന്നു കേട്ടോ. കാരണം ഫ്രോയിൽ നിന്ന് വീണപ്പോഴേ കയറി ഒന്നും നോക്കുന്നില്ല. നമ്മൾ നേരെ പൊക്കി കയറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ടർബോ ജോസയിൽ നമ്മൾ അടുത്ത മീൻ കയറിയിട്ടുണ്ട്. പക്ക ഹുക്ക് എന്ന് പറഞ്ഞാൽ പക്ക ഹുക്ക് കേട്ടോ. ഇപ്പോൾ അവന് ഊരിപ്പോരുന്ന വിഷയമില്ല. 2 ഹുക്കും കയറിയിട്ടുണ്ട്. നല്ല ക്ലിയർ ആയിട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. മീനെ കണ്ടോ. അത്യാവശ്യം ഒരു 1/4 കിലോ കേട്ടോ. 1/4 കിലോ അത്രേ ഉള്ളൂ. അതിൽ കൂടുതലൊന്നുമില്ല. 1/4 കിലോയേ ഉള്ളൂ. 1 കിലോയോ അങ്ങനെയൊന്നുമില്ല കേട്ടോ. പക്ഷെ ഞാൻ വിചാരിച്ചു വലിയ വരാലായിരിക്കുന്നു കേട്ടോ. എന്തായാലും കുഴപ്പമില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സാധനം കയറിയിട്ടുണ്ട്. നമുക്കിവനെ ഊരിയേക്കാം. അയ്യോള. അപ്പോൾ അത് നമ്മൾ ടർബോ ജ്യൂസ് കേട്ടോ. ടർബോ ജ്യൂസ് നല്ല സൂപ്പർ പരിപാടിയായിരുന്നു.
അളിയ ഫസ്റ്റ് കെറിഞ്ഞപ്പോഴടിച്ചു കേട്ടോ. എന്നെ കീറായിരുന്നു അത്. ഇപ്പോൾ രണ്ടാമത് കേട്ടോ ഇങ്ങനെ തന്നെ കീറുന്നത്. വന്ന് വീണപ്പോഴേ കീറി വരാലോ കേട്ടോ. കിടുക്കമാണ്, അടിപൊളി പക്ക വരാലോ കേട്ടോ. ചെന്ന് വീണപ്പോഴടിച്ച് എൻ്റെ അമുദീന്നുണ്ടോ. കിടിലം ഹുക്കെന്ന് പറഞ്ഞാൽ കിടിലം ഹുക്ക് പോട്ടെ ഈ സാധനത്തിന്. നമുക്ക് അടുത്തവൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കിട്ടുന്നത് കിട്ടട്ടെ. അതെ ഹലോ, അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ടർബോ ആയിട്ട് വന്നിട്ട് നമുക്ക് ഇന്ന് അത്യാവശ്യം മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മീൻ മൊത്തം നിങ്ങളിന്ന് കാണിച്ചു തരാം കേട്ടോ. എന്തായാലും നമുക്ക് ഒരെണ്ണത്തിനായിട്ട് ഒരു ചെറിയ വിഷ്വൽ മിസ്സായിട്ടുണ്ട്, ബാക്കിയെല്ലാം സെറ്റായിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഞാൻ സാധനത്തിൻ്റെ അടുത്ത് കാണിച്ചു തരാം. നല്ല ഇരുട്ടായിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത് മൊത്തം കൂടെ കാണിക്കാൻ നിന്നാൽ എങ്ങനെയാണെന്ന് അറിയത്തില്ല. അപ്പം നമുക്കിന്ന് കിട്ടിയ മീനാണ് കേട്ടോ. ഓക്കെ, 4 മീൻ, 2 ചേറുമീനുണ്ട്, ബാക്കി 2 വരാലും ഉള്ളത്. അപ്പോൾ നമുക്ക് ഇത്ര മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ടർബോയിൽ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പം ബാക്കിയൊന്നും പറയുന്നില്ല, ബാക്കിയെല്ലാം എല്ലാവരും പറയുന്ന പോലെയൊക്കെ തന്നെ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരെയും ഹലോ. അപ്പോൾ വെയിറ്റ് ഞാൻ ഇൻട്രോയിൽ ഒറ്റ ഫ്രോയെ പരിചയപ്പെടുത്തിയുള്ളൂ. പക്ഷേ ഇപ്പോൾ ഞാനിപ്പം കുറേ മീനൊക്കെ പിടിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ഫ്രോയും കൂടെ പരിചയപ്പെടുത്തുമല്ല, നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാണ്. ഇത് നമ്മുടെ ലൂർ ക്രാഫ്റ്റിൻ്റെ ബുള്ളറ്റ് എന്ന് പറയുന്ന ഫ്രോ കേട്ടോ. പകുതി മീൻ പിടിച്ചിരിക്കുന്ന ഇതേലാണ്. അപ്പം ഞാൻ മീനൊക്കെ നിങ്ങൾ കണ്ടോളും. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഈ മീൻ കൊടുക്കാൻ വേണ്ടി ഞാൻ പോകാം കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ലൂർ ക്രാഫ്റ്റിൻ്റെ ബുള്ളറ്റിനെ പറ്റി ഞാൻ അധികം ഒരുപാട് പറഞ്ഞിട്ടുള്ളതൊക്കെയാണ്. അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു ലിങ്കും കൂടെ അതായത് ഇതിന് വേണ്ടി മാത്രമായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്, അതും കൂടെ ഞാൻ ഇതിൻ്റെ ഇപ്പോൾ താഴെ കൊടുത്തേക്കാം കേട്ടോ. പക്ഷേ എന്തായാലും അന്നത്തേതിനേക്കാൾ വെച്ച് ഇവൻ്റെ പെർഫോമൻസ് ഒരു രക്ഷയില്ല കേട്ടോ. എന്തായാലും ഇവനെ ഇടുന്നതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം ഹുക്കപ്പ് കൊടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ മീൻ എന്തായാലും എല്ലാം കയറിയത്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ബാ. ഇതിനിടയ്ക്ക് നമ്മുടെ ടർബോ പൊട്ടിപ്പോയായിരുന്നു കേട്ടോ. ലൈൻ പൊട്ടിപ്പോയിട്ട് ടർബോ നമുക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ ലൂർ ക്രാഫ്റ്റിൻ്റെ ബുള്ളറ്റേലാണ് ക്ലിയർ ചെയ്യുന്നത് കേട്ടോ. അതെ, നമ്മുടെ അടുത്ത ആദ്യത്തെ മീൻ കയറി വരുന്നുണ്ട് കേട്ടോ. അതെ, നമ്മൾ കൊണ്ടുവന്നിട്ട് നമ്മുടെ ഫസ്റ്റ് മീൻ കേട്ടോ. നമ്മുടെ ഫ്രോഗ് പൊട്ടിപ്പോയി കേട്ടോ. നമ്മുടെ ടർബോ നമുക്കിട്ടൊരു പണി വന്നു. അപ്പോൾ നമ്മുടെ പഴയൊരു ഫ്രോഗ് ഹാൻഡ് ക്രാഫ്റ്റിൻ്റെ തന്നെ ബുള്ളറ്റ് എന്ന് പറയുന്ന ഫ്രോഗയിലാണ് കേട്ടോ അടിച്ചേക്കുന്നത്. നോക്കിയേ, ഹാൻഡ് ക്രാഫ്റ്റിൻ്റെ ബുള്ളറ്റാണിത്. ഉണ്ടോ, എങ്ങനെയുണ്ട്? കുറേ വന്ന് നൈസ് കീറായിരുന്നു. ഫ്രോഗ് എപ്പോഴും ഇരിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ, കാരണം നമുക്ക് ഒരു ബാക്കപ്പ് എപ്പോഴും നല്ലതാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മീൻ കയറിയിട്ടുണ്ട്. നമ്മുടെ ലൂർ ക്രാഫ്റ്റിൻ്റെ ബുള്ളറ്റ്, ഹാൻഡ് ക്രാഫ്റ്റ് അല്ല, ലൂർ ക്രാഫ്റ്റ് കേട്ടോ. ലൂർ ക്രാഫ്റ്റിൻ്റെ ബുള്ളറ്റാണേ. ആയിട്ടുണ്ട്. ഫ്രോഗ് പഴയ പോലെ തന്നെ ഇതിലേക്ക് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. പക്ഷേ എന്തായാലും നല്ല അന്നേ ഹുക്കപ്പ് ആയിട്ടുണ്ട്. നേരെ ഇവനെ അതിനകത്തോട്ട് ഇട്ടേക്കാം. വരാല കേട്ടോ. ഓക്കെ, അപ്പോൾ അത്യാവശ്യം മീനൊക്കെ നന്നായിട്ട് മറിയുന്നൊരു സ്ഥലമാണ് കേട്ടോ. മീൻ കിടപ്പുണ്ട് അത്യാവശ്യം. നമുക്ക് നോക്കാം, വല്ലതും കീറുമോ നമുക്ക് നോക്കാം. ഇന്നലെ തൊട്ടുകൂടെ ഇവിടെ കിടന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. അടിപൊളി സാധനം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ മീൻ കയറിയിട്ടുണ്ട്. വെടി കീറായിരുന്നു കേട്ടോ. അന്യായ സാധനം. അപ്പോൾ നമ്മുടെ ബുള്ളറ്റേലെ അടുത്ത മീൻ കയറിയിട്ടുണ്ട് കേട്ടോ. കിടുക്കനൊരു വരാല്, നാടൻ വരാൽ ഉണ്ടോ വേണ്ട. നമ്മുടെ രണ്ടാമത്തെ മീൻ കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ട് മീനടിച്ചിട്ടുണ്ട്. വരാല മോനെ. അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. ഞാൻ പറഞ്ഞില്ല അവിടെ ഒരു അയ്യോ വരാലല്ല, ചേറുമീൻ. ശോ, എൻ്റെ പൊന്നെ, എൻ്റെ ദൈവം. ഇതുണ്ടോ? ഓ, സൂപ്പർ ഹുക്കായി കേട്ടോ. സൂപ്പർ ഹുക്കാണ്. അയ്യോ, എന്നെ വിറയ്ക്കുന്നുണ്ട്. അന്യ കീറായിപ്പോയി. ഇത് കണ്ടോ, നല്ല പക്ക ഷോട്ടെന്ന് പറഞ്ഞാൽ പക്ക ഷോട്ടായിപ്പോയി കേട്ടോ. ഒരു ചെറുമീനോടെ കയറിയിട്ടുണ്ട് കണ്ടോ. ചെറുമീൻ ഫുള്ള് ചോരയായി കേട്ടോ. ഓ മൈ ഗാഡ്, ഇത് കണ്ടോ കിടക്കുന്നത്. എന്നാന്ന് നോക്കി, പാമ്പിൻ്റെ പടം കേട്ടോ. ഓക്കെ, ഇവിടെ ഒന്ന് കാശ് നോക്കാം. ഇവിടെ നിന്നൊക്കെ മീൻ അടിക്കാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് കേട്ടോ.
ഞാൻ പറഞ്ഞില്ലേ ഓടാ ഇവിടെ. നിങ്ങൾ ആ മീൻ അടിച്ച പൊസിഷൻ ശ്രദ്ധിച്ചാൽ അറിയാം, അതൊരു പായൽ ചീഞ്ഞ് കിടക്കുന്ന വലിയൊരു സ്ലാബ് പോലെ ചീഞ്ഞ് കിടക്കും കേട്ടോ. അതിൻ്റെ അടിയിലോട്ടാണ് സത്യത്തിൽ ആ മീൻ കുത്തിയത്. ആ പായലിൻ്റെ ഏറ്റവും അടിയിലോട്ട്, അത് പുല്ലും പായലും എല്ലാം കൂടെ ചേർന്ന് കിടക്കുക. അതിനകത്തുനിന്ന് സത്യത്തിൽ ബലം പിടിച്ച് നമ്മൾ പൊക്കിയെടുക്കുമായിരുന്നു കേട്ടോ ഈ മീനെ. എൻ്റെ കയ്യിലിരിക്കുന്ന വേറെ ഒരു റോഡിലും, അതായത് നമ്മൾ വേറെ ഏത് റോഡാണെന്ന് പറഞ്ഞാലും ആ സാധനം കയറി വരത്തില്ല. ഒരു സംശയമില്ല കാര്യത്തിൽ ആ മീൻ അവിടെ നഷ്ടപ്പെടുത്തില്ല. അതാണ് ഞാനിവിടെ ഏറ്റവും ഇതായിട്ട് പറഞ്ഞിരുന്നത്. ഈ മീൻ കയറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പക്ക റോഡിൻ്റെ പവർ അല്ലാതെ വേറെ ഒന്നത്തിലും അല്ല മീൻ കയറിയേക്കുന്നത്. എൻ്റെ മോനെ എന്നാ സോനാന്ന് നോക്കിയത്. നിങ്ങളുണ്ടോ കിടിലം മീൻ എന്ന് പറഞ്ഞാൽ കിടിലം മീൻ. അയ്യോടാ മറ്റേ ബ്ലഡായി കേട്ടോ ഫുള്ള്. ഇത് നോക്കി എൻ്റെ അമ്മോ. നമ്മൾ കുറച്ച് നാൾ മുമ്പ് ഇതുപോലത്തെ തന്നെ ഒരു സാധനത്തിന് നമ്മുടെ ലൂർ ക്രാഫ്റ്റിൻ്റെ ബുള്ളറ്റെ പിടിച്ചായിരുന്നു കേട്ടോ. അപ്പം എന്ത് സെയിം അതുപോലെ അന്നൊരു സാധനം കേട്ടോ. അങ്ങനെ ആ പുല്ലേൽ ഉടക്കിയതാണ്, സത്യത്തിൽ പോകേണ്ടതാണ്, പക്ഷെ നമ്മൾ പൊക്കി അവനെ കേട്ടോ. കിടുക്ക് സാധനം എനിക്ക് കിടുക്ക് സാധനം എന്ന് പറഞ്ഞാൽ പെശക് സാധനം. ഇതുണ്ട്, നിങ്ങൾ നമ്മുടെ റോഡ് പോയിട്ട് നിങ്ങൾ നോക്കിയാൽ മതി. ഇപ്പം ഇതിൻ്റെ കൈയാണേ, തലയിലൊക്കെ എന്തോ പറ്റിയിട്ടുണ്ട് കേട്ടോ. ആരണ്ടൊക്കെ തെറ്റിയതോ വല്ലോ ഒക്കെ ആയിരിക്കണം. ചോര കുളിച്ച് കേട്ടോ. മാർക്കോ ഒരു 2.5 ഉറപ്പാണ്, 2.5 കിലോ ഉറപ്പുണ്ട്. ഇടുക്ക് സാധനം ഇടുക്കായിട്ട് അടിപൊളി സാധനം. ഇടുക്കനായിട്ട് കിടന്നു. ഇത് എൻ്റെ സൈസ് ക്രോഗാകത്തിരിക്കുന്നതാണ് എൻ്റെ ബുള്ളറ്റാണെന്ന് എനിക്ക്. ആ കറക്റ്റ് ബുള്ളറ്റ്. അപ്പം ഞാൻ ഇതിനെ ഒന്ന് എടുത്തേക്കാം. വേണ്ട അതിനെ വലക്കാത്തിടാവേ ഉണ്ടോ. അമ്മോ ഉയ്യോ വിശറി പോലത്തെ സാരം. പിന്നെ നേരെ വലക്കാത്തിടാം. നമ്മളെ വലക്കകത്ത് സാധനം കിടപ്പുണ്ട്. വാ ഓക്കെ. വെടിയും തീയും പോലത്തെ സാധനം ഇതുണ്ടോ. ഇതൊക്കെ നമുക്ക് വല്ലപ്പോഴും ഒത്തു കിട്ടുന്ന ഐറ്റംസ് ആണ്. ഇതുണ്ടോ ലൂർ ക്രാഫ്റ്റിൻ്റെ ബുള്ളറ്റ് വെടിയും തീർന്ന സാധനം, അടിച്ച് കയറുന്ന സാധനമൊക്കെ ഒരു രക്ഷയില്ല. സത്യത്തിൽ നമ്മൾ ടർബോയിൽ വന്ന് കറങ്ങി ഒരുമാതിരി യൂ ടേൺ പോലെ ആയിപ്പോയി കേട്ടോ. ഇതേലാണ് ഇപ്പോൾ അടിച്ച് കയറിയിരിക്കുന്നത് കേട്ടോ. ഡബിൾ സ്പിന്നറൊക്കെ കൊണ്ട് വെടിക്കിട്ട് സാധനം, ഒന്നും പറയാനല്ല കേട്ടോ. പിന്നെ നമ്മുടെ റോഡിനെ പറ്റി പറയാനാണെങ്കിൽ ഐ ആം ഹൈലി താങ്ക്ഫുൾ ടു നമ്മുടെ ഇസായിലെ സുജിത്തിനോട്. കാരണം സുജിത്തിൻ്റെ ഒറ്റ നിർബന്ധമാണ് കേട്ടോ ഈ സാധനം ഞാൻ എടുക്കുന്നത്. ഈ റോഡ് ഇങ്ങനെ ഉപയോഗിച്ചാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഫാൻറ്റം നമ്മുടെ ഡൈവാടെ ക്രോസ് ഫയറിൽ ഒരു പണി കാണിച്ച് ആ റോഡ് ഒടിഞ്ഞു പോയത് കേട്ടോ. എന്തായാലും ഒരു ഒന്നും പറയാനില്ല. നിങ്ങൾ വീഡിയോ കണ്ടല്ലോ, ഇതിൽ കൂടുതൽ എന്നാ പറയാനാണ് ഞാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഇനി അറിയാം എന്തെങ്കിലും കിട്ടും. ഇവിടെ നോട്ടോ അടിക്കും. ഇത് കയറിയ ലക്കാട്ടോ. അപ്പം വേറൊന്നുമല്ല, ഭയങ്കര വായലാണ്. ഭയങ്കര വായലെന്ന് പറഞ്ഞാൽ അന്യായ പായൽ. ചെറുമീൻ കരയിലിട്ട് വിട്ടുപോയി. ഇത് കണ്ടോ എൻ്റെ പൊന്നെ, നമ്മളിത് പിടിച്ച് കരയിലോട്ടിട്ട് ഊരി പോകുന്നു കേട്ടോ. അപ്പോൾ ഒരു ചെറുമീൻ. അപ്പം നമ്മുടെ 5ാമത്തെ മറ്റേ മീനാണ്, 4ാമത്തെ മീൻ. യെസ്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല സാധനം കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ ഏകദേശം ഒരു 1 kg. വെയിറ്റൊക്കെ ഒന്ന് കാണിക്കണം കേട്ടോ നിങ്ങൾ. അടുത്തതിനെ കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ നമ്മളിത് പിടിച്ച മീനെ എല്ലാം കൂടെ നമ്മൾ കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ വലിയ മീനിൻ്റെ വെയിറ്റ് ഞാൻ പറഞ്ഞിരുന്നത് ഏകദേശം 2.5 കിലോ വരുമെന്നാണ്. അപ്പോൾ നമ്മൾ കൊണ്ടൊന്ന് തൂക്കി കഴിഞ്ഞപ്പോൾ അറിഞ്ഞാൽ 2,270, അതായത് ഏകദേശം 2,300 അതിൻ്റെ വെയിറ്റ് വരുന്നത്. 2,500 എന്നാണ് നമ്മൾ ഉദ്ദേശിച്ചിരുന്നത്. ഏകദേശം 200 ഗ്രാമിൻ്റെ കുറവുണ്ട്. എന്തായാലും എല്ലാ മീനെയും കൂടെ തൂക്കിയപ്പോഴത്തേക്കിന് ഏകദേശം 4 കിലോയ്ക്കടുത്ത് മീനുണ്ട്. നമ്മൾ അതിനെ കൊടുത്ത് അവിടുന്ന് പൈസയൊക്കെ മേടിച്ച് നമ്മൾ നേരെ പോകുന്നു കേട്ടോ. അപ്പോൾ ലൂർ ക്രാഫ്റ്റിൻ്റെ ബുള്ളറ്റും ഹാൻഡ് ക്രാഫ്റ്റിൻ്റെ ടർബോയും ഇത് രണ്ടുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പം വേറൊന്നും പറയാനില്ല, എല്ലാം പറഞ്ഞ പോലെ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.